ഹലോ. ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ എന്താ ഞാൻ പറയുക, ഞാൻ നിങ്ങൾ പറഞ്ഞൊരു ടോപ്പിക്കാണ് ചെയ്യാൻ പോണത്. നിങ്ങൾക്കറിയാം, പാനിക് അറ്റാക്കിൻ്റെ കാര്യം നിങ്ങൾ ചോദിച്ചിരുന്നു എന്നോട്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ പോണത്. ഞാൻ ഓക്കെ ആയപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത് ഞാൻ ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോൾ ഫസ്റ്റ് ഞാനിങ്ങനെ ചിന്തിച്ചു, ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടാണ് ഇരിക്കണത്. എന്നാലും എനിക്ക് തോന്നി ചെയ്യണം എന്ന്. കാര്യം എന്തോ ആ വീഡിയോ ചെയ്താൽ കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പോണത്. ആൻഡ് ഈ ഒരു ടോപ്പിക്ക് പറയാൻ ഞാൻ വലിയ എന്താ പറയുക, ഭയങ്കര പ്രൊഫഷണലി ആരുമല്ല. ഞാൻ സൈക്കോളജിസ്റ്റോ ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിച്ചേക്കുന്ന ഒരു വ്യക്തിയോ അല്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ഇത് ഷെയർ ചെയ്യണത്. ഈ എക്സ്പീരിയൻസ് ബാക്കിയുള്ളവർക്ക് ഇതേപോലെ ചെയ്യണം എന്നോ ഇതൊന്നുമല്ല പറയണത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ ആ വീഡിയോയിൽ ഷെയർ ചെയ്യുന്ന കാര്യം, ഞാൻ ലൈഫ് സ്റ്റൈൽ ചലഞ്ച് ചെയ്തപ്പം അതിൽ ഞാൻ പറഞ്ഞിരുന്നു, കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നത് ഇതിനെക്കുറിച്ചായിരുന്നു. എങ്ങനെയാണ്, എന്തൊക്കെയായിരുന്നു സംഭവം എന്നൊക്കെ ചോദിച്ചിട്ടാണ് വന്നേക്കുന്നത്. അത് പറയുമ്പോൾ ഞാനൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയെന്ന് പറയുമ്പോൾ നല്ലതും ആണ്. പറയാം. സോ അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ പറയാം. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ടിൻ്റെ പേരൊന്നും ഞാൻ പറയണില്ല. ആ ഒരു വ്യക്തി ഡിപ്രഷനിലൂടെ കടന്നുപോയി. അപ്പോൾ ഈ വേർഡ്സൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തോന്നും, അല്ലെങ്കിൽ തമാശക്ക് ചിലപ്പോൾ നമ്മൾ പലവരും യൂസ് ചെയ്യണ വേർഡാണ്. എനിക്ക് ഡിപ്രഷനാണ്, അല്ലെങ്കിൽ എനിക്ക് മറ്റേതാണ്, എനിക്ക് കുറച്ച്. പക്ഷേ ഇത് തമാശക്ക് യൂസ് ചെയ്യേണ്ട വേർഡല്ല. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ ആ ഒരു ഡെപ്ത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ്, ഏറ്റവും ബാഡ് സിറ്റുവേഷനിൽ അവൾ കടന്നു പോയപ്പോൾ ഞാൻ അവളുടെ ലൈഫിലേക്ക് വന്നത്. അവൾ ഏറ്റവും കൂടുതൽ നല്ലൊരു സുഹൃത്തായി. എനിക്കത്ര സുഹൃത്തുക്കളൊന്നുമില്ല എന്ന് വെച്ചാൽ, എനിക്കത്ര ഫ്രണ്ട്സും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ആകെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിനെയാണ് ഞാൻ കണ്ടേക്കുന്നത്. അല്ലാതെ നല്ല ഫ്രണ്ട്സ് ഉണ്ട്, നല്ല കമ്പനിയായിട്ട് നല്ലോണം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ എൻ്റെ ആ ഒരു ഫ്രണ്ട് എനിക്ക് കിട്ടിയത്, അവൾ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ അവൾക്ക് എന്താ പറയുക, അവളുടെ കൂടെ നിന്ന ഒരു വ്യക്തിയാണ്. അവൾ ആ സാഹചര്യത്തിൽ കടന്നപ്പോൾ അവളുടെ കൂടെ നിന്നതാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് പല സാഹചര്യങ്ങളും പല ഇതൊക്കെ വന്ന് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് ഒരു എന്താ അമ്മ വീഡിയോ എടുത്തിട്ട് വരാം കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പിന് ഒരു ഗ്യാപ്പ് എന്നല്ല, അവളങ്ങോട്ട് വേറൊരു സ്ഥലത്തേക്ക് അവൾ മൂവ് ചെയ്ത്. എന്നാലും അവൾ മൂവ് ചെയ്തപ്പം ആ ലൈഫിൽ നിന്നും കുറച്ച് എന്താ പറയുക ഗ്യാപ്പ് വരുത്തി. ഒരു പ്രശ്നങ്ങളാണ് ഫ്രണ്ട്ഷിപ്പിലൊക്കെ, പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അത് ആരുടെ തെറ്റ് ശരി എന്നൊന്നും ഞാനിവിടെ ഇതാക്കുന്നില്ല. തെറ്റും ശരിയൊന്നും ഞാൻ പറയാനും ആരുമല്ല, ഒന്നുമല്ല. അപ്പം തെറ്റ് ശരിയൊന്നും പറയില്ല. നമ്മൾ ഫ്രണ്ട്ഷിപ്പിലൊരു ഗ്യാപ്പ് വന്ന്. പൊതുവേ എനിക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നില്ല. അവളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്സാണ് ഞങ്ങൾ. എപ്പോഴും വിളിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ടൈം, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അവളുടെ ആ സിറ്റുവേഷനിൽ ഞാൻ കൂടെ നിന്ന് അവളോട് അത്ര അടുത്ത്. അപ്പോൾ എപ്പോഴും ഞങ്ങൾ വിളിക്കുമ്പോൾ ഭയങ്കര ഇതൊക്കെയായിരുന്നു, ഭയങ്കര ഫ്രണ്ട്സായിരുന്നു ഞങ്ങൾ. അല്ലെങ്കിൽ എനിക്കൊരു ഫ്രണ്ട്ഷിപ്പിന് ഒരു ഗേൾ എന്നുള്ള രീതിയിൽ അത്രയും കൂടുതൽ നിന്ന കാര്യം, എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അമ്മ ഇപ്പോൾ വരാം ചോക്ലേറ്റ് തരാം. അമ്മ ഇതൊന്ന് സംസാരിക്കട്ടെ. അപ്പം സാക്കോട് വന്നുകൊണ്ടാണ്. അപ്പം അങ്ങനെ ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ ഇത് പറയുമ്പോൾ കുറച്ച് നീണ്ട സ്റ്റോറിയൊക്കെ ആവും. അതൊന്നും എനിക്കറിയാം, എന്നാലും എനിക്കത് പറയണം എന്ന് തോന്നി. അത് നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാവേണ്ട കാര്യമൊന്നും. അപ്പം എന്താ ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്? അതെ, അവൾ എൻ്റെ ലൈഫിൽ വന്ന് ഞാൻ ഫ്രണ്ട്ഷിപ്പിൽ അത്ര വിശ്വാസമില്ല. എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ എന്താ ഒരു ബാഡ് സിറ്റുവേഷൻ വരുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി. അങ്ങനെ കുറേ കാര്യങ്ങളിൽ പലവരും എൻ്റെ അടുത്തുണ്ട്. ഇപ്പം ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ വിഷമത്തിൽ കൂടെ നിൽക്കുന്നതാണ്. പക്ഷെ ഞാൻ എന്നുള്ളൊരു വ്യക്തി, ഞാൻ ഒരാളോട് ഷെയർ ചെയ്യാത്തൊരു വ്യക്തിയാണ്. എനിക്കറിയില്ല, ഞാൻ ഒറ്റമൂളായിട്ടാണ് വളർന്നത്. ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും. ഞാനങ്ങനെ ആരോടും അങ്ങനെ ഒന്നും പറയാറില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി, നമ്മൾ ഡെയിലി വിളിക്കുക, ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് ആകുക. പിന്നെ അവൾ പോയപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. പക്ഷെ അതൊരു ട്രൂ ഫ്രണ്ട്ഷിപ്പാണ്. ട്രൂ ഫ്രണ്ട്ഷിപ്പ് എന്താ എപ്പോഴെങ്കിലും തിരിച്ചു വരുമെന്ന് പറയുമല്ലോ. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് പാനിക് അറ്റാക്കിൻ്റെ കാര്യം പറയാം. എനിക്ക് പാനിക് അറ്റാക്ക് വന്നത് സത്യം പറഞ്ഞാൽ അത് വർക്ക് സ്ട്രെസ് എനിക്കുണ്ടായിരുന്നു. അത് ഡീപ്പായിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയണില്ല. അത്യാവശ്യം ഭയങ്കര സ്ട്രെസ്സായിരുന്നു എനിക്കുള്ളത്. അപ്പം അതിൻ്റെ അതായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാനപ്പം ഈ പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, നമ്മൾ
എനിക്ക് വന്നാൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതെന്ന് വെച്ചാൽ ബോഡി ഫുൾ ഷിവർ ചെയ്യും, ശ്വാസം കിട്ടില്ല, നമ്മൾ മരിക്കണ പോലെ ഇരിക്കും. നമുക്ക് അയ്യോ നമുക്ക് എന്തോ പറ്റി, അല്ലെങ്കിൽ നമുക്ക് എന്തോ പറ്റണം എന്നുള്ളൊരവസ്ഥയായിരിക്കും അത് വരുമ്പോൾ. അതാ പറഞ്ഞാൽ അത് തമാശയായിട്ട് പറയണ ഒരു വേർഡല്ല അത് തമാശയായിട്ടോ അത് ഓക്കെ ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ ഇതെന്നൊക്കെ ചിലവർ വെറുതെ യൂസ് ചെയ്യണം വേർഡ്സ്. ആ സമയത്ത് നമ്മൾ അനുഭവിക്കണം. ഹാർട്ട് ബീറ്റൊക്കെ ഇങ്ങനെ കൂടും, നമുക്ക് എന്തോ പറ്റാൻ പോണ പോലെ, നമുക്ക് ശ്വാസം കിട്ടില്ല, അങ്ങനെ വളരെ ബാഡായിട്ടുള്ളൊരവസ്ഥ എനിക്ക് അങ്ങനെ വന്നു. പിന്നെ ആൻസൈറ്റിയിലേക്ക് നമുക്കിപ്പം എനിക്ക് ജോലിക്ക് പോകുമ്പം പോകണ്ട എന്നുള്ള എനിക്ക് ഞാൻ ഇവിടെ എത്ര പ്രാവശ്യം ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെന്ന് അറിയാം. പക്ഷെ അതൊക്കെ ഞാൻ പോകും എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ സമയത്തൊക്കെ പാനിക് അറ്റാക്ക് അവിടെ നിന്നൊക്കെ വന്നു. എനിക്ക് 3-4 പ്രാവശ്യം അടുപ്പിച്ച് വന്നു ഈ സംഭവം. വർക്ക് പ്ലേസിൽ വെച്ച് വന്നു അങ്ങനെയൊക്കെ. അപ്പം എന്താ പറയുക, ഞാനപ്പം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇത് വരുമ്പോൾ ഞാൻ യൂസ് ചെയ്ത 2 ടെക്നിക്കെന്ന് വെച്ചാൽ ബ്രീത്തിങ് ടെക്നിക്കും ഗ്രൗണ്ടിങ് ടെക്നിക്കുമാണ് ഞാൻ യൂസ് ചെയ്തത്. ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പറയാൻ ഞാൻ ആരുമല്ല. നിങ്ങൾ എന്ത് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസോ അത് ഇതേപോലെ പാനിക് അറ്റാക്ക് ഇതെന്ത് വന്നാലും നിങ്ങൾ ആദ്യം സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കൺസൾട്ട് ചെയ്തിരിക്കണം എന്നേ എനിക്ക് പറയാനുള്ളത്. ഞാൻ അങ്ങനെ കൺസൾട്ട് ചെയ്തില്ലായിരുന്നു, അത് വേറെ ഒരു കാര്യം. എനിക്കെന്തോ ദൈവഭാഗ്യം, എൻ്റെ അമ്മയൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമുണ്ട്, ദൈവം കേട്ട് ഇതായിരിക്കും. അല്ലെങ്കിൽ ഞാൻ നല്ലോണം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ച പോലുമില്ല, നിങ്ങളത് ശ്രദ്ധിക്കാം. ഞാൻ വളരെ ദൈവത്തിന് സമയം കണ്ടെത്തുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. പക്ഷേ എനിക്ക് ആ സമയത്ത് ദൈവത്തിനോട് പോലും സംസാരിക്കില്ലായിരുന്നു, ഞാൻ പ്രാർത്ഥിക്കില്ലായിരുന്നു. ഞാൻ പൊതുവേ ഞാൻ സംസാരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ പ്രാർത്ഥനയൊക്കെ കേൾക്കാറുള്ള ഒരു വ്യക്തി തന്നെയാണെന്ന് വെച്ചാൽ ഞാൻ പ്രാർത്ഥിച്ച ദൈവകൃപയാലാണ് എനിക്കെല്ലാം നേടണമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം എൻ്റെ ലൈഫിൽ നേടിയേക്കണ എല്ലാം അപ്പോൾ ദൈവത്തിൻ്റെ കൃപയോടെ മാത്രമാണ്. അപ്പോൾ ആ ദൈവം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നുകൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനയേക്കാൾ എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് ഞാനിപ്പം ഓക്കെ ആയിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ എനിക്ക് ഒരു ഡോക്ടറെ ഇതിനൊന്നും കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. പക്ഷെ ഞാനത് നിങ്ങളോട് പ്രാർത്ഥിച്ച് മാറ്റണം എന്നല്ല പറയണത്. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു കേട്ടോ. നിങ്ങളെപ്പോഴും കൺസൾട്ട് ചെയ്യുക. അപ്പോൾ ഈ 2 ടെക്നിക്ക്, ബ്രീത്തിങ് സ്ലോലി ബ്രീത്ത് ഇൻ ചെയ്യും, ബ്രീത്ത് ഔട്ട് ചെയ്യും. പിന്നെ ഞാനൊരു കവർ യൂസ് ചെയ്ത് ഇങ്ങനെ ഊതുമായിരുന്നു. അങ്ങനെയൊക്കെ ആണ് ഞാൻ. പിന്നെ ഗ്രൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ തന്നെ എൻ്റെ സറൗണ്ടിങ്ങിലുള്ള 3 സ്ഥലങ്ങൾ ഫോക്കസ് ചെയ്ത് ഇതെന്ന് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കുറഞ്ഞ് അതൊക്കെ ഓക്കെ അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ കുറക്കണത്. പിന്നെ ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കണം, ഞാൻ ആലോചിക്കണമായിരുന്നു നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീഡിയോ ചെയ്യുമ്പം, അല്ലെങ്കിൽ ആ സമയത്ത് ഞാൻ കൊളാബ് വീഡിയോസ് കുറച്ച് ചെയ്യണുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ ചെയ്തത് ഞാൻ വളരെ മോശമായിട്ട്. പക്ഷേ ഇത് വരുമ്പോൾ നമ്മുടെ സിറ്റുവേഷൻ വളരെ ബാഡായിരിക്കും. ഞാൻ ഞാൻ എടുത്തത് ഇതായിപ്പോൾ വളരെ സങ്കടപ്പെട്ട്, അല്ലെങ്കിൽ നമ്മൾ തകർന്നിരിക്കുന്ന സമയത്തൊക്കെയാണ് ഞാൻ ഇങ്ങനത്തെ പല വീഡിയോസും എടുത്തത്. എൻ്റെ ഫേസ്ബുക്കിൽ നോക്കിയിട്ട് ചിരിച്ചുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഇൻസ്റ്റയിലും അല്ലെങ്കിൽ ഇതിൽ ഫോട്ടോസ് ഇടുമ്പോഴേക്ക് ചിരിച്ചുകൊണ്ടാണ്. പക്ഷെ ഞാൻ ഉള്ളിൽ വളരെ ഡൗൺ ആയിരുന്നു. ഈ വീഡിയോസൊക്കെ ഇട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. യൂട്യൂബിൽ അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. ഇപ്പം ഞാൻ ആക്റ്റീവ് ആകാത്തത് ബിസി ആയതുകൊണ്ടാണ് സത്യം പറഞ്ഞത്. അപ്പം അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. ഞാൻ കുറച്ച് ഗ്യാപ്പ് വന്നതും യൂട്യൂബിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കടന്നു പോയപ്പോഴാണ് സത്യം പറഞ്ഞത്. അപ്പം എന്താ പറയുക, ചിരിച്ചുകൊണ്ട് ഞാനിപ്പം ചിന്തിക്കണം, എൻ്റെ ദൈവമേ എനിക്കതെങ്ങനെ പറ്റിയെന്ന് ഞാൻ ചിന്തിക്കണം കേട്ടോ. ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ടല്ലേ, നമ്മൾ അത്രയും ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സമയത്ത് ഞാനൊന്നും ചെയ്യാതെ ഇവിടെ ഇരുന്നില്ല. അതിന് എടുത്ത് പറയണം, ഞാൻ വീട്ടിലെ കാര്യങ്ങൾ ചെയ്ത് ഞാൻ എഴുന്നേറ്റ് വേഗം എന്താ പറയുക ജോലിക്ക് പോയി. ജോലിക്കാകെ ഞാൻ 2 ദിവസമൊന്നും ലീവ് എടുത്തേക്കണം ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പം. അല്ലാതെ ഞാൻ ജോലിക്ക് പോയി എൻ്റെ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ചെയ്ത്. പിന്നെ ഞാൻ എപ്പോഴാണ് ഈ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ചലഞ്ച് കാര്യം, എൻ്റെ ലൈഫ് സ്റ്റൈല് ഞാൻ സെൽഫ് ലവ് ചെയ്യണം എന്ന് തോന്നി. അല്ലെങ്കിൽ എനിക്ക് വേണ്ടി സമയം കണ്ടെത്തുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു ഞാൻ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ. ബാക്കിയുള്ളവർ എന്ന് പറഞ്ഞു നടന്നു വെച്ചൊരു വ്യക്തിയായിരുന്നു. അപ്പം എനിക്ക് വേണ്ടി കണ്ടെത്താൻ തുടങ്ങി. അപ്പം നമുക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കുകയല്ല, ഹെൽത്ത് നോക്കുക. അപ്പം എൻ്റെ ഹെൽത്ത് നോക്കാൻ ഞാൻ തുടങ്ങി. നല്ല ഫുഡ് കഴിക്കാൻ തുടങ്ങി. രാവിലെ എഴുന്നേറ്റ് അങ്ങനെയൊക്കെ പല കാര്യങ്ങളും, എൻ്റെ ലൈഫിലെ പല കാര്യങ്ങളും മാറ്റി അങ്ങനെയൊക്കെ ഞാൻ ഓക്കെ ആയി. അമ്മ ഇപ്പം വരാട്ട് ഇപ്പം കഴിയും വീഡിയോ. പല കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഞാൻ ഓക്കെ ആയി എന്ന് വെച്ചാൽ സാക്ക് ഉണ്ടായിരുന്നു. അപ്പം അതിന് എല്ലാവരും എൻ്റെ സറൗണ്ടിങ്ങിലുണ്ട്. അപ്പോൾ എനിക്ക് നോക്കണം. അതേപോലെ ഇപ്പോൾ വീട്ടിൽ അവരെന്തോരം വിഷമിച്ചിട്ടുണ്ടാവും ഞാൻ എനിക്കറിയാം. കാര്യം ഞാനിവിടെ ആയതുകൊണ്ട് അവർക്കും അറിയാമായിരുന്നു.
അവർ പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അവരെന്തോരം വിഷമിച്ചിട്ടുണ്ടാവും. അവരുടെ പ്രാർത്ഥന കൊണ്ടാണ് എന്ന് എനിക്കറിയാം. അത് മാത്രമാണ്, ദൈവം കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഓക്കെ ആയിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഞാൻ എടുത്തെടുത്ത് ചെയ്ത് ഞാൻ വളരെയേറെ ബിസിയായി. അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്യാനോ വെറുതെ ഇരുന്ന കാര്യങ്ങൾ ആലോചിക്കാനോ അയ്യോ എനിക്ക് ഡിപ്രഷൻ പാനിക് അറ്റാക്ക് ഇനി വരും എന്ന് ചിന്തിക്കാനോ ഞാൻ ഇരുന്നില്ല. ഞാൻ വളരെ തിരക്കായിരുന്നു, ഞാൻ വളരെ ബിസിയായി. പിന്നെ കുറച്ച് കൊളാബും കാര്യങ്ങളൊക്കെ കൂടുതൽ ഞാൻ അല്ലെങ്കിൽ അത്ര എടുക്കാത്തൊരു വ്യക്തി അത്ര എടുത്തതിൻ്റെ മെയിൻ റീസൺ ഇതായിരുന്നു. എനിക്ക് ബിസി ആവണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു. അല്ലാതെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും ഇത് ഞാൻ അങ്ങനെ എടുക്കില്ലായിരുന്നു. പക്ഷെ ഇതെടുക്കാൻ മെയിനായിട്ടുള്ള കാര്യം ഇതായിരുന്നു. എനിക്ക് ബിസി ആവണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ വളരെയധികം ബിസിയായി. ഇപ്പോഴും ഞാൻ ബിസി ആവണമെന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പോലും പറ്റിയിട്ടില്ല. എനിക്ക് യൂട്യൂബിൽ വീഡിയോ എന്തായാലും ഇടണം. എനിക്ക് യൂട്യൂബാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. നിങ്ങൾ കൂടുതൽ എനിക്ക് അറ്റാച്ച്ഡ് ആയിട്ടൊക്കെ നിങ്ങളെ കാര്യം ഈ ഒരു പ്ലാറ്റ്ഫോം കാരണമാണ് എനിക്ക് പലതും ഇപ്പോൾ കിട്ടിയത്. ഇത്രയും കൊളാബാണെങ്കിലും ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും പലതും കിട്ടിയത് ഈ ഒരു പ്ലാറ്റ്ഫോം കാരണം. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇതാണ് കേട്ടോ യൂട്യൂബ്. എനിക്ക് അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ അങ്ങനെയൊക്കെ അതാണ് സംഭവം. അതൊക്കെ ഫേസ് ചെയ്ത് ഞാൻ പറയേണ്ടത്, നിങ്ങൾ എന്ത് ഫേസ് ചെയ്താലും എല്ലാം നമ്മുടെ ലൈഫിൽ വന്നാൽ നമ്മളൊന്ന് ബോൾഡാക്കാനാണ്. ഞാൻ കൂടുതൽ ബോൾഡായി. ഞാൻ എനിക്ക് വേണ്ടി സമയം കണ്ടെത്താൻ തുടങ്ങി ഇപ്പോൾ. അങ്ങനെയൊക്കെ ആയിട്ടോ ഞാൻ. അല്ലെങ്കിൽ ഞാൻ എന്നെ നോക്കില്ല. ഇപ്പം ഞാൻ എന്നെ പ്രയോറിറ്റൈസ് ചെയ്യും ഞാൻ എപ്പോഴും. കാര്യം നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്തിരിക്കണം. കാര്യം നമ്മൾ പണി ചെയ്തുകൊണ്ടിരിക്കണം, കാശുണ്ടാക്കണം ചെയ്തിട്ട് നമ്മളെ നോക്കിയില്ലെങ്കിൽ അത് ശരിയല്ല. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ, നമുക്ക് സന്തോഷം തന്നെ എന്താണെങ്കിലും, ട്രാവൽ ചെയ്യാൻ ഇഷ്ടം പോയി ട്രാവൽ ചെയ്യും, ഷോപ്പ് ചെയ്യാൻ ഇഷ്ടം ഷോപ്പ് ചെയ്യും. പക്ഷെ അതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ ഹെൽത്ത് നോക്കുക, നിങ്ങൾക്ക് വേണ്ടി സെൽഫ് കെയർ ചെയ്യുക. അതിന് സ്കിൻ കെയറോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കുറച്ച് നേരം നടക്കുകയോ നിങ്ങൾക്ക് ചായ കുടിക്കാൻ വേണമെങ്കിൽ പോവുകയോ. ഞാനിപ്പം ഷുഗർ കട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഞാൻ അങ്ങനെ ഷുഗർ കഴിക്കില്ല. ആഴ്ചയിൽ 2 പ്രാവശ്യം കോഫി കുടിക്കുള്ളൂ. അപ്പം ഞാൻ ഷുഗർ ഇടും, അല്ലാതെ ഒന്നും ഇതാക്കില്ല. ഞാൻ ഇപ്പോഴും നല്ല ഒരു ഫുഡൊക്കെ കറക്റ്റ് കഴിക്കും. മോർണിംഗ് ഒക്കെ സ്മൂത്തിയാണ്. പിന്നെ ഫുഡ് കറക്റ്റാക്കി അതൊക്കെ ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. കുറച്ചൊരു ഗ്യാപ്പ് ഇപ്പോൾ വന്നായിരുന്നു ഈ അടുത്ത്. പിന്നെ ഞാൻ ബാക്ക് ഹോം അതായി. ഞാനിപ്പം ഹെൽത്ത് നോക്കാൻ തുടങ്ങി. അത് ഞാൻ ഓക്കെ ആയത് എനിക്കറിയാം. ഇതുകൊണ്ടൊന്നുമല്ല ഞാൻ പറയണം. അപ്പം ഇങ്ങനെയൊക്കെ ഇതായി ഞാനങ്ങനെ ഓക്കെ. പക്ഷെ നിങ്ങളുടെ സാഹചര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വന്നാൽ നിങ്ങളുടെ സാഹചര്യം എൻ്റെ പോലത്തെ അല്ലായിരിക്കും. നിങ്ങൾ തിരക്കായിട്ടുള്ളൊരു വ്യക്തി അല്ലായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും കാര്യം ഞാൻ എന്ന് പറഞ്ഞാൽ രാവിലെ 5 മണിക്കൊക്കെ ഞാൻ എഴുന്നേൽക്കുമായിരുന്നു. ഇപ്പം കുറച്ച് ഇവന് സ്കൂളില്ലാത്തതുകൊണ്ട് ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നത്. 5 മണിക്ക് എഴുന്നേറ്റിട്ട് കുറച്ച് നേരം ഇരുന്ന് വീഡിയോസ് എഡിറ്റ് ചെയ്ത് ആ സമയത്ത് ഇപ്പം ഞാൻ അതുകൊണ്ടാണ് വീഡിയോസ് അത്ര പ്രോപ്പറായിട്ട് ഇടാത്തത്. അപ്പം സെപ്റ്റംബർ തുടങ്ങി നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഞാൻ ഒന്നും കൂടി രാവിലെ എഴുന്നേൽക്കാൻ തുടങ്ങും. ബിക്കോസ് എനിക്കിപ്പോഴാണല്ലോ റെസ്റ്റ് എടുക്കാൻ പറ്റണതെന്ന് പറഞ്ഞ് കുറച്ച് നേരം ഞാൻ കിടക്കും. എൻ്റെ ഉറക്കമൊക്കെ പ്രോപ്പറാക്കും. അപ്പോൾ ഉറക്കം പ്രോപ്പറാക്കണം, ഇതൊക്കെ നിങ്ങൾ പ്രോപ്പറാക്കണം കേട്ടോ. അങ്ങനെയൊക്കെ യെസ്. അപ്പം എനിക്ക് വേണ്ടി ഞാൻ എന്നെ പ്രയോറിറ്റൈസ് ചെയ്ത് എനിക്ക് ഇമ്പോർട്ടൻസ് തന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കണ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ കൂടെ എപ്പോഴും അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എന്താ ഓക്കെ ആയോ എന്ന് പോലും ചോദിക്കാത്തവരുണ്ട്. എന്ന് വെച്ചാൽ കൂടുതൽ നമ്മൾ അറിയാവുന്ന ആൾക്കാരായിട്ട് ഞാനപ്പോൾ വിചാരിക്കും ഇവരൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ അത്ര ഗ്യാപ്പങ്ങൾ വരുത്തി. കാര്യം നമുക്കൊരു സാഹചര്യം വരുമ്പോൾ അറിയാവുന്ന ആൾക്കാർ പോലും നമ്മളോട് എന്തായി എന്ന് ചോദിക്കൂല. അപ്പം പിന്നെ അവർ റിയൽ അല്ല, അവർ ഫേക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്, ഫേക്ക് പീപ്പിൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനെപ്പോഴും പല കാര്യത്തിലും അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് വരുത്തി. പല കാര്യത്തിലും പലവരോടും ഈ ഒരു സംഭവം ഉണ്ടാക്കിയാൽ നമുക്ക് മനസ്സിലായി ഇവർ ഫേക്കാണെന്ന് എനിക്ക് മനസ്സിലായ സാഹചര്യത്തിൽ ഞാൻ ഗ്യാപ്പ് അങ്ങനെ വെച്ച്. അപ്പം അത്രയല്ല, എനിക്ക് കൂടുതൽ പറയാനില്ല. അപ്പോൾ ഫേക്ക് പീപ്പിളിനെയൊക്കെ നമ്മൾ അവോയ്ഡ് അങ്ങോട്ട് ചെയ്യുക. എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്നത് ഫേക്ക് അല്ലാത്തവരായിരിക്കണം. പറയണം നിങ്ങളോട്, അതും കൂടി എനിക്ക് ഉൾപ്പെടും. പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു ഫ്രണ്ട് എൻ്റെ ലൈഫിൽ നിന്ന് പോയി എന്ന് പറഞ്ഞില്ല, ആ ഫ്രണ്ട് എനിക്ക് ഇത് പല സമയത്ത് അവൾ എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഒരു കോയിൻസിഡൻസ് നോക്കിയൊക്കെ ദൈവം ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ അവളുടെ ആ ഒരു സാഹചര്യത്തിൽ നിന്നു. അവൾക്ക് ഇപ്പോൾ പോലും അറിയില്ലായിരുന്നു ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പാണ് എനിക്ക് പാനിക് അറ്റാക്ക് വന്നെന്ന് പോലും ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ചത്. അപ്പോൾ അവൾ വന്നപ്പോൾ ഞാൻ ഇതൊന്നും പറഞ്ഞില്ല. അവൾ എൻ്റെ ലൈഫിലോട്ട് തിരിച്ചു വന്നു. ഇപ്പം അതേപോലെ ഞങ്ങൾ ഫ്രണ്ട്സാണ്. പക്ഷെ എപ്പോഴും വിളിക്കാനൊന്നും പറ്റില്ല. കാര്യം ഞങ്ങൾ രണ്ടുപേരും പല ടൈമിങ് ആയതുകൊണ്ടും അവളുടെ
പല സാഹചര്യങ്ങൾ കൊണ്ട് ഇപ്പം എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് വിളിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഞങ്ങൾ നല്ലൊരു ആ ഒരു ഫ്രണ്ട്ഷിപ്പിലായി. അപ്പം ഇന്നാണ് ഞാൻ അവളോട് ഷെയർ ചെയ്തത്, നീ എന്താ എന്നോട് പറയാഞ്ഞതെന്ന് അവൾ പറഞ്ഞു. പക്ഷെ അത് മനഃപൂർവ്വം പറയാഞ്ഞതെന്നല്ല, എനിക്ക് അവളെ ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു കാര്യത്തിൽ നമ്മൾ വിഷമങ്ങൾ സംസാരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവളോട് അത് സംസാരിക്കാഞ്ഞത്. സത്യം പറഞ്ഞാൽ അതാ പറയണത്, ഇതെൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോട് മാത്രം. സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യം എൻ്റെ കസിൻസിനോട് ജസ്റ്റ് ഇതേപോലെ അല്ലെങ്കിൽ ഫാമിലി അല്ലാതെ വേറെ ഒരു വ്യക്തി ഇതേപോലെ യൂട്യൂബിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഡീപ്പായിട്ട് അറിയാവുന്ന എൻ്റെ ഒരു നല്ലൊരു ക്ലോസ് ഫ്രണ്ടിനും അറിയാം, പിന്നെ ഒരു ഫ്രണ്ടിനും അല്ലാത്ത ഒരു ഫ്രണ്ടിനും കൂടി അറിയാം. പിന്നെ അവൾക്ക് ഇന്നാണ് ഞാൻ പറഞ്ഞത്, അത്രയും എൻ്റെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള അവളോട് ഞാൻ ഇപ്പോഴാണ് പറഞ്ഞത്. പിന്നെ എൻ്റെ ഹസ്ബൻഡിനും ഫാമിലിക്കും എന്തായാലും അറിയാട്ടോ. അതല്ലാതെ ഇവർക്ക് മാത്രം അത്ര ഡീപ്പായിട്ട് അറിയുള്ളായിരുന്നു. ഇവളോട് ഞാൻ ഇന്നാണ് പറഞ്ഞത്, ഇതേപോലെ വർക്ക് സ്ട്രെസ് കാരണം ഇങ്ങനെയൊക്കെ. പക്ഷേ ആ സമയത്ത് നിന്നോട് എനിക്ക് പറയാൻ തോന്നിയില്ല എന്ന് പറഞ്ഞു. അതാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ ആ ഒരു ട്രൂ ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ചാൽ അതിൽ നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ ഫേക്ക് പീപ്പിളിനെ ഒരു ട്രൂ ഫ്രണ്ട്ഷിപ്പിനെ മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ നമുക്ക് വരും. നമ്മുടെ ഒപ്പം ചിലപ്പോൾ സന്തോഷിക്കാനും ഇതേപോലെ അടിച്ചു പൊളിക്കാനും ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മുടെ ഏറ്റവും ബാഡ് സിറ്റുവേഷനിലുള്ള ആൾക്കാരാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടത്. എൻ്റെ ബാഡ് സിറ്റുവേഷൻ ഒന്നും അവൾ അറിഞ്ഞു പോലുമില്ല. ഈ സമയത്ത് അല്ലെങ്കിൽ ഈ വീഡിയോ ഇടണതിന് 5 മിനിറ്റ് മുമ്പാണ് അവൾക്ക് ഞാൻ മെസ്സേജ് അയച്ചത്, ഇങ്ങനെ ഉണ്ടായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യണം, പക്ഷേ ഈ ഒരു ടോപ്പിക്ക് സെൻസിറ്റീവ് അല്ല, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത്ര ഡീപ്പായിട്ട് സംസാരിക്കണ്ട, ഇങ്ങനെ സംസാരിക്കാതെ ഇങ്ങനെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. എനിക്കറിയില്ല ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ആൻഡ് അടുത്ത വീഡിയോ ഞാൻ വേഗം വരാം. ബൈ.